ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഈ മൊമെന്റിൽ +1 ഓണപരീക്ഷ ഡേറ്റ് വന്നു എന്ന തമ്പനയിൽ കാണുമ്പോൾ പലരുടെ മനസ്സിലും എന്തോന്ന് സാറേ, ഞങ്ങളുടെ അലോട്ട്മെന്റ് പോലും വന്നിട്ടില്ല, ഏത് സ്കൂൾ ആണെന്നോ ഏത് സബ്ജക്റ്റ് ആണെന്ന് പോലും കൺഫേം ആയിട്ടില്ല, സാർ എന്തിനാ ഓണപരീക്ഷ എന്ന് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കുന്നത്? ജൂലൈയിലല്ലേ സ്കൂൾ തുടങ്ങാൻ പോകുന്നത്, ഞങ്ങൾക്ക് എന്ത് ഓണപരീക്ഷ എന്നായിരിക്കും പലരും വിചാരിക്കുന്നുണ്ടാവുക. സോ അതിന്റെ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഒഫീഷ്യലായ ഈ ഒരു +1 അക്കാഡമിക് ഇയറിന്റെ എല്ലാ പരീക്ഷകളുടെ കൃത്യമായ ഡേറ്റും ഗവൺമെന്റ് പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. എപ്പോഴാണ് ഓണപരീക്ഷ നടക്കാൻ പോകുന്നത്, എപ്പോഴാണ് ക്രിസ്മസ് പരീക്ഷ, എപ്പോഴാണ് ബോർഡ് എക്സാം എന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഒരിക്കലും നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന, നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോ അല്ല, മറിച്ച് ഈ എക്സാം ഡേറ്റിനനുസരിച്ച് വേണം നിങ്ങൾ ഓരോരുത്തരും +1 അപ്രോച്ച് ചെയ്യാൻ. അതിനനുസരിച്ച് വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾ ആരംഭിക്കാൻ. ഇനിയും ലേറ്റ് ആയിട്ടില്ല, ഉടൻ തന്നെ +1 പ്രിപ്പറേഷൻ ആരംഭിക്കേണ്ടതാണ്. സ്കൂൾ തുറക്കാനോ അലോട്ട്മെന്റ് തീരാനോ ഒന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ദിവസങ്ങളെല്ലാം കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും മുന്നോട്ട് പോവാണ്. ഇനി നമ്മുടെ ഒഫീഷ്യൽ ഡേറ്റുകളിലോട്ട് കിടക്കാം. മക്കളെ, ഓണപരീക്ഷ നിങ്ങളുടെ സ്കൂൾ എന്തായാലും ജൂലൈ 2 ആരംഭിക്കുക. നിങ്ങൾക്ക് അധികം ദിവസങ്ങൾ ഓണപരീക്ഷയ്ക്കില്ല. കാരണം ഓണപരീക്ഷ നടക്കാൻ പോകുന്ന ഓഗസ്റ്റ് 10 മുതൽ 21 വരെയാണ്. ഓഗസ്റ്റ് 10 മുതൽ 21 വരെയാണ് +1 മക്കൾക്കുള്ള ഓണപരീക്ഷ നടക്കുക. നിങ്ങൾക്ക് ഓണപരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ അധിക ദിവസങ്ങൾ ഇല്ലാത്തതിനാൽ തന്നെ ഒരു അൺഒഫീഷ്യൽ ആയ ഓണപരീക്ഷയായിരിക്കും ഉണ്ടാവുക. സ്കൂളുകാർ നടത്തുന്ന ഒരു അൺഒഫീഷ്യൽ ഓണപരീക്ഷയായിരിക്കും +1 നിങ്ങളെ കാത്തിരിപ്പുണ്ടാവുക. ഒരു ഒഫീഷ്യൽ ക്വസ്റ്റ്യൻ പേപ്പർ ചിലപ്പോൾ എല്ലാവർക്കുമായിട്ട് ഉണ്ടാവണമെന്നില്ല. ഓണപരീക്ഷ കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മളെ കാത്തിരിപ്പുള്ള പരീക്ഷ എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് പരീക്ഷയാണ്. ക്രിസ്മസ് പരീക്ഷയുടെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഡിസംബർ 10 മുതൽ 18 വരെയാണ്. ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത എന്നല്ലേ? അതായത് ഓണപരീക്ഷ ഒരു ഒഫീഷ്യൽ എക്സാം ആവാത്തതിനാൽ തന്നെ പല മക്കളും അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല, നന്നായി തന്നെ പഠിക്കണമെന്നില്ല. പക്ഷെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വരുമ്പോൾ ഏകദേശം നിങ്ങളുടെ ഹോൾ സിലബസിന്റെ 90% സിലബസ് കവർ ചെയ്യുന്ന പരീക്ഷയാണ് ക്രിസ്മസ് പരീക്ഷ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഇപ്പൊ +1 ഫിസിക്സിനകത്ത് 14 ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ 11ഓളം ചാപ്റ്റേഴ്സ് നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും. ഓണപരീക്ഷയ്ക്ക് ഒന്നും തന്നെ പഠിക്കാത്തൊരു കുട്ടിയാണെങ്കിൽ ഈ 11 ചാപ്റ്റേഴ്സും ഒറ്റ സ്ട്രെച്ചിൽ ക്രിസ്മസ് പരീക്ഷയ്ക്ക് പഠിച്ചെടുക്കുക എന്നുള്ളത് ചെറിയ കളിയല്ല, ചെറിയ പണിയല്ല നിങ്ങളെ കാത്തിരിപ്പുള്ളത്. അതിനാൽ തന്നെ ഓണപരീക്ഷ അൺഒഫീഷ്യൽ ആണെങ്കിലും പ്രോപ്പർ ആയിട്ട് അതിന്റെ സിലബസ് കവർ ചെയ്യുന്ന പോലെ പഠിക്കുക. എങ്കിലേ ക്രിസ്മസ് പരീക്ഷയുടെ പഠനം വളരെ സ്മൂത്ത് ആവുകയുള്ളൂ, കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. സോ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഒരു ഒഫീഷ്യൽ ടൈം ടേബിൾ ഉണ്ടായിരിക്കും, ഒഫീഷ്യൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കും. പ്രോപ്പർ ആയ ഒരു പരീക്ഷ തന്നെയാണ് ക്രിസ്മസ് പരീക്ഷ. അതിനുശേഷം നിങ്ങളെ കാത്തിരിപ്പുള്ളത് മോഡൽ എക്സാം ആണ് അല്ലെ? മോഡൽ എക്സാം നടക്കാൻ പോകുന്നത് ഫെബ്രുവരി 10 മുതൽ 22 വരെയാണ്. അതായത് ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് കൃത്യം ഒരു മാസം കഴിഞ്ഞതും നിങ്ങളുടെ തിയറി മോഡൽ എക്സാം നടക്കാൻ പോകുന്നു. ഫെബ്രുവരി 10 മുതൽ 22 വരെ. സോ അതിനകത്ത് ഹോൾ സിലബസ്, മുഴുവൻ ചാപ്റ്റേഴ്സിലെ എല്ലാ സിലബസും കവർ ചെയ്യുന്ന പോലെ ആയിരിക്കും നിങ്ങളുടെ എന്തെന്ന് പറയുന്നത്, നിങ്ങളുടെ മോഡൽ എക്സാം എന്ന് പറയുന്നത്. മാർച്ച് 2 മുതൽ 29 വരെ +1 പബ്ലിക് എക്സാം കൂടി നിങ്ങളെ കാത്തിരിപ്പുണ്ട്. സോ ഈ ദിവസങ്ങളൊക്കെ ഇനിയും കുറെ ഉണ്ടല്ലോ സാറേ, കുറെ മാസങ്ങൾ ഉണ്ടല്ലോ എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ഇതെല്ലാം അത്രയും പെട്ടെന്നാണ് ഈ ദിവസങ്ങളെല്ലാം കടന്നു പോകാൻ പോകുന്നത്. ഇമ്മീഡിയറ്റ്ലി അലോട്ട്മെന്റ് വരും, സ്കൂളുകൾ ഫിക്സ്ഡ് ആവും, ക്ലാസ്സുകൾ തുടങ്ങും. സോ പിന്നീട് അങ്ങോട്ട് +1 ഒന്ന് കണ്ടു തുടങ്ങുമ്പോഴേക്കും തന്നെ ഓണപരീക്ഷ വരും, ക്രിസ്മസ് പരീക്ഷ വരും, മോഡൽ എക്സാം വരും. പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഇത് തിരിച്ചറിയുക. ദിസ് ഈസ് ദ റിയാലിറ്റി. സമയമാണ് നമുക്ക് ഒരിക്കലും തിരിച്ചു പിടിക്കാൻ സാധിക്കാത്ത ഒരേ ഒരു കാര്യം. അത് മനസ്സിലാക്കി തന്നെ ഓരോരുത്തരും തയ്യാറെടുക്കുക. ഇനി എനിക്കൊരു എക്സ്റ്റേണൽ സപ്പോർട്ട് വേണം, സ്വന്തമായി പഠിച്ചാൽ എനിക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിലബസ് അല്ല +1 എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ബെസ്റ്റ് സൊല്യൂഷൻ ആണ് സൈലത്തിന്റെ +1 അഗ്നി ബാച്ച് എന്ന് പറയുന്നത്. ഫസ്റ്റ് ബാച്ചിന്റെ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇനിയും ലേറ്റ് ആയിട്ടില്ല, ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ ഉറപ്പാക്കുക. സോ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. എങ്കിലേ സ്കൂൾ തുറക്കുമ്പോഴേക്കും ഗംഭീരമായിട്ട് ഓരോ ചാപ്റ്റേഴ്സ് വീതമെങ്കിലും നമുക്ക് കോൺഫിഡന്റ് ആക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. സോ മക്കളെ, ഗംഭീരമാക്കുക. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് കാണാം.